കോർണർ ഫുട്ബോളിലേക്ക് സ്വാഗതം. കുറച്ചധികം ട്രാൻസ്ഫർ അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയുടെ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം ഇനി കഷ്ടിച്ചൊരു 10 ദിവസം മാത്രമേ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് ആയുസുള്ളൂ. ഇതിനോടൊപ്പം തന്നെ വമ്പൻ ട്രാൻസ്ഫർ കഥകളാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹൈജാക്കിന്റെ കഥ കേട്ടു. എസ്സെനെ ഹൈജാക്ക് ചെയ്ത് ആർസണൽ. അപ്പൊ എസ്സെ നമുക്ക് അറിയാനുള്ള കാര്യമാണ്, ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുമ്പോൾ തന്നെ എസ്സെയും ആർസണൽ തമ്മിലുള്ള ഒരു സ്പെക്കുലേഷൻ, ഇതുപോലെ തന്നെ ആർസണലിന്റെ പേഴ്സണൽ ടൈമൊക്കെ എസ്സെ അംഗീകരിച്ച ഒരു വാർത്ത കേട്ടു. പിന്നെ അതിനുശേഷം ആർസണലിന്റെ പക്കത്തു നിന്നും ഒരു നീക്കവും എസ്സെക്ക് വേണ്ടി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഫ്രസ്ട്രേഷനിലായിരുന്നു. പിന്നെ സ്പേഴ്സ് എസ്സെക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തി. അപ്പം പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ചു. ആ ഒരു 60 മില്യൺ പൗണ്ടിന്റെ ഒരു പാക്കേജിന് ഇരു ടീമുകളും അംഗീകാരം നൽകേണ്ട ഒരു അവസാന ഘട്ടത്തിലായിരുന്നു. അവിടെ നിന്നാണ് സ്പേഴ്സിന്റെ ലെവിയുടെ കൈക്കുള്ളിൽ നിന്നാണ് ആർസണലിന്റെ ബേർട്ട വന്ന് രണ്ടാമതൊരു വരവ് വന്നത് എസ്സെക്ക് വേണ്ടി. എസ്സെ തിരിച്ചു മറിച്ചൊന്നും ചിന്തിച്ചില്ല. എസ്സെ ആർസണലിന്റെ പേഴ്സണൽ ടൈമെ അംഗീകരിച്ചു. 67.5 മില്യൺ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പാക്കേജ്, ആർസണലിന്റെ ഒരു പാക്കേജിന് ക്രിസ്റ്റൽ പാലസ് അംഗീകാരം നൽകി. അപ്പൊ നാളെയാണ് എസ്സെയുടെ ആ ഒരു മെഡിക്കലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു ഫോർമലി പറയാമെങ്കിൽ ഒരു ഹൈജാക്ക് തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷെ പേഴ്സണലി പറയാമെങ്കിൽ എസ്സെ ആർസണലിന്റെ ചൈൽഡ്ഹുഡ് പ്ലെയർ ആണ്. ആർസണലിന് വേണ്ടി കളിക്കണമെന്നൊരു ആഗ്രഹമുള്ള ഒരു പ്ലെയർ ആണ്. ആർസണൽ എന്ന ക്ലബിനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്പേഴ്സുമായിട്ടുള്ള ഒരു പേഴ്സണൽ ടൈം അംഗീകരിച്ചിട്ടും ആ ഒരു ഫ്രസ്ട്രേഷനിലായിരുന്നിട്ട് പോലും ആർസണൽ രണ്ടാമതൊരു വരവ് വന്നപ്പോൾ ഒരു തിരിച്ചും മറിച്ചൊന്നും നോക്കാതെ ആർസണലിന് വേണ്ടി അദ്ദേഹം സമ്മതം മൂളിയത്. അപ്പം അത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹമാണ്, ഒരു ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ക്വാളിറ്റിയുള്ള ഒരു പ്ലെയർ ആണ്, പ്രീമിയർ ലീഗിലെ തന്നെ പ്രൂവൻ ക്വാളിറ്റിയുള്ള ഒരു പ്ലെയർ. ഏതൊരു പൊസിഷനും, അറ്റാക്കിലും മിഡ്ഫീൽഡിലും ഒരു ഫാസ്റ്റ് ലൈനിലും നമ്പർ 10 റോളിലും ഒരു സെക്കൻഡ് സ്ട്രൈക്കറൊക്കെ ആയിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു പ്ലെയർ. ബോൾ കയറി ചെയ്തുകൊണ്ട് അറ്റാക്കുകൾ നടത്താനും ഷോട്ടുകൾ എടുക്കാനും ഇതുപോലെ തന്നെ സെറ്റ് പീസിനൊക്കെ പറ്റിയ ഒരാൾ. ക്രിസ്റ്റൽ പാലസിന്റെ ഈ 2 നേട്ടങ്ങൾക്ക്, FA കപ്പിലെയും കമ്മ്യൂണിറ്റി ഷീൽഡിലെയും നേട്ടങ്ങൾക്ക് ഒരു മുന്നേറ്റത്തിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെയാണ് ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആർസണൽ പോലത്തെ, അല്ലെങ്കിൽ സ്പേഴ്സിൽ പോയിരുന്നാൽ പോലും ഒരു ടോപ്പ് ക്ലബിന് വേണ്ടി കളിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ പാലസിന് അതിനൊരു ഇതും തടസ്സവും നിന്നില്ല. അപ്പം ആർസണൽ ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ വരെ നാളെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും സ്പേഴ്സിന് അതൊരു ലോസ് തന്നെയാണ്. കാരണം എസ്സെ പോലത്തെ ഒരു ടോപ്പ് ക്വാളിറ്റി പ്ലെയറെ നഷ്ടപ്പെടുത്തിയത് ലെവിയുടെ ഒരു ഇത് തന്നെയാണ്. കാരണം ആ ഒരു ട്രാൻസ്ഫറിന് അത്രമാത്രം വെയിറ്റ് ചെയ്യിച്ചത് അത് തന്നെയാണ് കാരണം. അപ്പൊ എന്തായാലും ആർസണൽ അവിടെ കൊണ്ടൊന്നും വിടുന്നില്ല. ആർസണൽ ഇതേപോലെ ഒരു വിങ്ങറിനെ കൊണ്ടുവരാൻ ആർസണൽ ഇതേപോലെ താല്പര്യമാണ്. അത് നമ്മൾ നേരത്തെ കേട്ടതാണ്. ലുക്മാന് വേണ്ടി, അറ്റ്ലാന്റയുടെ ലുക്മാന് വേണ്ടി ആർസണൽ പോയൊരു കാര്യം നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇപ്പം കുറച്ചു മുമ്പ് സ്കൈ സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് മോർഗൻ റോജേഴ്സിന് വേണ്ടി ആർസണൽ ഇതേപോലെ ഒരു തയ്യാറെടുപ്പുകൾ എടുക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തത്. അപ്പം അതുപോലെ തന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് ഇതേപോലെ മോർഗൻ റോജേഴ്സിന് വേണ്ടി രംഗത്തുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പം കുറച്ചു മുമ്പ് സ്കൈ സ്പോർട്സ് റിപ്പോർട്ടിൽ അനുസരിച്ച് പറയുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല ഒരു എമൗണ്ട് പറയുന്നുണ്ട്, 80 മില്യൺ പൗണ്ടിനല്ലാതെ ഇങ്ങ് ആരും വരണ്ട എന്ന്. കാരണം 80 മില്യൺ പൗണ്ടാണ് റോജേഴ്സിന് വേണ്ടി ആസ്റ്റൺ വില്ല ചോദിക്കുന്നത്. ഒരു ഹെവി പ്രൈസ്, നല്ലൊരു പ്രൈസാണ്. വരും ദിവസം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ അത് ആ ഒരു ഡീല് നടക്കുമോ ഇല്ലേ എന്ന്. ഇനി നമുക്ക് ബാർസലോണയിൽ നിന്നൊരു കാര്യം കേട്ടു. മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഇതേപോലെ തന്നെ മാർക്ക് കസേഡനെ ബാർസലോണ വിൽക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇംഗ്ലീഷ് സൈഡായ വോൾസും വെസ്റ്റ് ഹാമും താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. മാർക്ക് കസേഡയ്ക്ക് വേണ്ടി ബാർസലോണ ഇതേപോലെ 30 മില്യൺ യൂറോസ് ഒക്കെയാണ് ചോദിക്കുന്ന വാർത്തകൾ വന്ന് കഴിഞ്ഞ കുറച്ച് ആഴ്ച മുമ്പ് നമ്മൾ കേട്ടു. അതുകൊണ്ട് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് മാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാർക്ക് കസേഡ നമ്മളെ ഈ ഒരു നിലവിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് യങ്സ്റ്റേഴ്സ് എന്ന് വേണം പറയാൻ കസേഡ. അപ്പൊ നിലവിൽ ഇംഗ്ലീഷ് സൈഡുകളാണ് കസേഡയ്ക്ക് വേണ്ടി രംഗത്തുള്ളത്. ഇനി നമുക്ക് ലിവർപൂളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് 2 പേര് പുറത്തു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒന്ന് ഹാർവി എലിറ്റും കോസ്റ്റ ടെസ്മിസ്കാസും. മാർസലിയാണ് ഇതേപോലെ ടെസ്മിസ്കാസിന് വേണ്ടി രംഗത്തുള്ളത്. അതുപോലെ തന്നെ ഹാർവി എലിറ്റിന് വേണ്ടി ലെയ്പ്സിംഗ് ആണ്. ഇത് മിറർ ഫുട്ബോളും അതുപോലെ തന്നെ ടാക് ഫുട്ബോളൊക്കെ പറയുന്ന അനുസരിച്ച് ലൈപ്സിംഗും ഹാർവി എലിറ്റുമായിട്ടുള്ള ഒരു പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ചു എന്ന വാർത്തകൾ പറയുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. ഇതേപോലെ തന്നെ 40 മില്യൺ 50 മില്യൺ യൂറോസ് ഒക്കെ ലിവർപൂൾ ചോദിക്കുന്നുണ്ട്. പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 25.7 മില്യണോ അതോ 30 മില്യണോ പൗണ്ടിന്റെ ഒരു ഓഫർ വയ്ക്കാൻ പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. കാരണം
എന്തായാലും ചാവി സിമൻസ് ചെൽസിക്ക് വേണ്ടി പോകുന്നുണ്ട്. ചെൽസിക്ക് വേണ്ടി മാത്രമേ സൈൻ ചെയ്യൂ. അപ്പൊ അവിടെ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലെയർ കൊണ്ടുവരേണ്ടത് എന്താ ലൈപ്സിങ്ങിന്റെ ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ലിവർപൂളിന്റെ ആ ഒരു യങ്സ്റ്ററിനെ തേടി ലൈപ്സിങ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഹാർവി എലിറ്റിന് സമ്മതമാണ്. അദ്ദേഹത്തിന് അടുത്ത വർഷത്തെ വേൾഡ് കപ്പൊക്കെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നല്ലൊരു പ്രകടനം, നല്ലൊരു ടൈം കിട്ടിയാൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. ലിവർപൂളിൽ തുച്ഛമായ ടൈം മാത്രമാണ് ഇപ്പോൾ ഹാർവി എലിറ്റിന് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ട്രാൻസ്ഫറിന് ഹാർവി എലിറ്റ് സമ്മതം മൂലി എന്ന വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പം ലിവർപൂളിന്റെ സൈനികൾ ഇന്ന് നടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അലക്സാണ്ടർ ഇസാക്ക് തന്നെയാണ് പ്രയോറിറ്റി ലിവർപൂൾ നൽകുന്നത്. കാരണം ഇപ്പം ഇംഗ്ലീഷിന്റെ ഒരു ടോപ്പ് ഒരു ഇത് തന്നെയാണ്, ടോപ്പ് ഓഫർ തന്നെയാണ് ലിവർപൂൾ മുതിരുന്നു എന്ന വാർത്തകളാണ് മിറർ ഫുട്ബോളൊക്കെ, അതുപോലെ തന്നെ ഡാവിൻ ഓൺസിലൊക്കെ സഹിതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 130 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഓഫറിനാണ് ലിവർപൂൾ മുതിരുന്നെന്ന വാർത്തകളാണ് കേൾക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഒരു എന്താ പറയാ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തകളും കേൾക്കുന്നില്ല. ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് നമുക്ക് നേരത്തെ കേട്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം ആ ഒരു PFA ടീം ഓഫ് ദ ഇയറിൽ അലക്സാണ്ടർ ഇസാക്കിന്റെ പേരുണ്ട്. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇതിലൂടെ പറഞ്ഞു, പ്രൊമിസസ് ആർ ബ്രോക്കൻ, ദ ട്രസ്റ്റ് ഈസ് ഗോൺ, അതുപോലെ തന്നെ ദ റിലേഷൻഷിപ്പ് ഈസ് ഓവർ എന്നൊക്കെ പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടു. അതുകൊണ്ട് തന്നെയാണ് ന്യൂകാസ്റ്റലിനെ എത്രമാത്രം പിടിച്ചു വെക്കാൻ കഴിയും എന്ന് അറിയില്ല. കാരണം ഒരു സ്ട്രൈക്കിംഗ് മൂഡിലാണെന്ന് വേണം പറയാം. പേഴ്സണലായിട്ടൊക്കെ ഇസാക്ക് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു നീണ്ട സാഗയായിട്ടാണ് ഇപ്പൊ ആ ഒരു ട്രാൻസ്ഫർ നിലനിൽക്കുന്നത്. ഇപ്പൊ ലിവർപൂളാണ് രണ്ടും കൽപ്പിച്ച് രംഗത്തുള്ളത്. നല്ലൊരു ഓഫർ നൽകാനും താല്പര്യമുണ്ട്. പേഴ്സണൽ ടൈമിനൊക്കെ ഒരു തടസ്സവും ഇല്ല. ഇപ്പൊ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഇപ്പൊ കഷ്ടിച്ച് 10 ദിവസം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം കീപ്പ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ന്യൂകാസ്റ്റൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എത്രമാത്രം യാഥാർത്ഥ്യമാവുമെന്ന് അറിയില്ല. അപ്പം ഇനി നമുക്ക് യുണൈറ്റഡിന്റെ കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് ഒരു 4 പ്ലേയേഴ്സിനെ സെയിൽ ചെയ്യുന്ന കടമയാണ് ഇപ്പൊ യുണൈറ്റഡിന് ഉള്ളത്. നിലവിൽ സാഞ്ചോയ്ക്ക് വേണ്ടി AS റോമ രംഗത്തുണ്ട്. 25 മില്യൺ പൗണ്ടാണെന്നോ ഒരു ഓഫർ വച്ചിട്ടുണ്ട്. സാഞ്ചോ സംഭവമൊന്നും മൂളിയിട്ടില്ല. നിലവിൽ വേറൊരു ക്ലബും സാഞ്ചോയ്ക്ക് വേണ്ടി രംഗത്തില്ല. ഇപ്പൊ യുണൈറ്റഡിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരുത്തൻ അത് സാഞ്ചോ കൂടിയാണ്. ഇപ്പൊ നിലവിൽ AS റോമ 7.8 മില്യൺ ശമ്പളമൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാഞ്ചോയുടെ ഏജന്റ് നല്ലൊരു കമ്മീഷനൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുമുണ്ട്. അപ്പം ഇനിയിപ്പം സാഞ്ചോയുടെ ഒരു സമ്മതം കൂടെ മാത്രം മതി ആ ഒരു ഡീല് നടക്കുവാൻ വേണ്ടി. അപ്പൊ അതുപോലെ തന്നെ ഹോയ്ലൻഡിനെ ഇതേപോലെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സിർക്കസിനെ കീപ്പ് ചെയ്തുകൊണ്ട് ഹോയ്ലൻഡിനെ വിൽക്കാൻ വേണ്ടി. ഹോയ്ലൻഡിന് വേണ്ടി ഇപ്പൊ നാപ്പോളി രംഗത്തുണ്ട്. നേരത്തെ AC മിലൻ ഒരു ലോണിന്റെ ആ ഒരു ഡീലിനൊക്കെ ശ്രമിച്ചു, അത് നടന്നില്ല. ഹോയ്ലൻഡ് അത് നിരസിച്ചു. നിലവിൽ എന്തായാലും യുണൈറ്റഡിൽ അദ്ദേഹത്തിന് സ്ഥാനമില്ല. സിർക്കസിനെ കീപ്പ് ചെയ്തുകൊണ്ട് ഹോയ്ലൻഡിനെ വിൽക്കാൻ തന്നെയാണ് യുണൈറ്റഡിന്റെ തീരുമാനം. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് വേറൊരു ക്ലബ്ബ് തേടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ നാപ്പോളിയുമായി ചർച്ചകൾ നടക്കുന്നതായിട്ട് വാർത്തകളാണ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരാള് നമ്മളെ ആന്റണി ഇപ്പൊ നിലവിൽ ഒരു ക്ലബ്ബുകളും ഓഫറുമായിട്ട് രംഗത്തില്ല. റയൽ ബേറ്റിസ് ഇതേപോലെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു എമൗണ്ട് ഒക്കെ ചോദിച്ചുകൊണ്ട് അവർ ആന്റണിയുടെ ഒരു ഡീലുമായിട്ട് വന്നിട്ടില്ല. നേരെ നമ്മൾ കേട്ടു റൊണാൾഡോയുടെ നസറിന് ഇതേപോലെ ആന്റണിയിൽ താല്പര്യമുള്ള വാർത്ത. പക്ഷെ അദ്ദേഹത്തിന് യൂറോപ്പിൽ കളിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. എന്തായാലും 4 പ്ലേയേഴ്സിനെ ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ സെയിൽ ചെയ്യാനാണ് യുണൈറ്റഡ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ യുണൈറ്റഡിന് മറ്റ് 2 പോയിന്റുകളെന്ന് വെച്ചാൽ യുണൈറ്റഡ് നല്ലൊരു ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡർ വേണം, ഒരു ഗോൾ കീപ്പറും വേണം. നിലവിൽ കാർലോസ് ബലേബയുടെ ഒരു സിറ്റുവേഷൻ ഡിഫിക്കൽട്ട് ആണ്. ആ ഒരു ട്രാൻസ്ഫർ ഈ ഒരു സമ്മർ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ മറ്റ് 2-3 അൾട്ടർനേറ്റീവ് ഓപ്ഷനൊക്കെ യുണൈറ്റഡ് നോക്കുന്നുണ്ട്. ഒന്ന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഏലിയറ്റ് ആൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഇന്റർനാഷണൽ യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലൊക്കെ കളിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ലൂസിയാനോ അഗോമോ എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് അറിയില്ല. അപ്പൊ അദ്ദേഹം ഇതേപോലെ 30 മില്യണിന് താഴെ വരുന്ന ഒരു കോസ്റ്റാണ് അദ്ദേഹത്തിന് ഉള്ളത്. സെവില്യയുടെ പ്ലെയർ ആണ്, 23 വയസ്സുള്ള ഒരു ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡർ തന്നെയാണ് അദ്ദേഹം. അതുപോലെ തന്നെ സ്പേഴ്സിന്റെ സാറൊക്കെ ആ ഒരു ഓപ്ഷനിലൊക്കെ വയ്ക്കുന്നതായിട്ടാണ് ടാക് സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കാർലോസ് ബലേബര ഒരു സൈനിങ്ങിൽ ഈ ഒരു സമ്മർ നടക്കാൻ സാധ്യതയില്ല. അപ്പൊ എന്തായാലും ഒരു ക്വാളിറ്റിയുള്ള ഒരു മിഡ്ഫീൽഡറെ കൊണ്ടുവരാൻ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗോൾ കീപ്പർ നിലവിൽ ലാമൻസ് ആണ് ഒരു ഇതായിട്ട് കേൾക്കുന്നത്. ആൻഡ്രൂ ആപ്പിന്റെ ലാമൻസ്
ഇപ്പം ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കുമെന്ന് വരും ദിവസം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ആ ഒരു ക്വാളിറ്റിയുള്ള ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി 2 സൈനികൾ എന്തായാലും യുണൈറ്റഡിന് വേണം. അതുപോലെ തന്നെ നമുക്ക് ഇനി ചെൽസിയുടെ കഥ പറയാമെങ്കിൽ, ചെൽസി ഇതുപോലെ തന്നെ ജൂലിയ എൻസിസിയോനെ ബ്രൈറ്റനിൽ നിന്ന് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഫാബ്രിസോ റൊമാനിക്ക് പറഞ്ഞു. 20 മില്യൺ യൂറോസിനാണ് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൈൻ ചെയ്തതിനു ശേഷം ഫ്രഞ്ച് സൈഡ് സ്ട്രാസ്ബർഗിന് വേണ്ടി ഒരു ലോണിൽ വിടും. ഒരു ലോങ് ടൈം ചെൽസി പ്ലെയർ ആയിട്ടാണ് എൻസിസിയോനെ ചെൽസി നോക്കുന്നതെന്നാണ് ഫാബ്രിസോയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെനാറ്റോ വിയേഗ കഴിഞ്ഞ സമ്മറിൽ 12 മില്യൺ യൂറോസിനാണ് സൈൻ ചെയ്തത്. ഈ ഒരു സമ്മറിൽ വില്ലാറലിനെ 25 മില്യൺ യൂറോസിന് ചെൽസി സെയിൽ ചെയ്തു. 13 മില്യൺ യൂറോസിന്റെ ഒരു ലാഭം അതുവഴി ചെൽസി സ്വരൂപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചാവി സിമൻസും അതുപോലെ തന്നെ നമ്മുടെ ഗർനാച്ചയും ചെൽസിയുടെ ടോപ്പ് ടാർഗറ്റുകളാണ് അറ്റാക്കിങ് ഇതിനു വേണ്ടി. പക്ഷെ ആ ഒരു ഫീൽ ഇതുവരെയ്ക്കും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ട്രാൻസ്ഫർ ഇത്രമാത്രം നീണ്ടുകൊണ്ട് പോകുന്നത്. അപ്പൊ വരും ദിവസം മാത്രമേ അറിയാൻ സാധിക്കൂ. രണ്ടുപേരെയും ഒരേ ടൈമിൽ സൈൻ ചെയ്യാനാണ് ചെൽസി ശ്രമിക്കുന്നത്. ഇനി നമുക്ക് ക്രിസ്റ്റൽ പാലസ് ഇതേപോലെ എസ്സയുടെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് മൊണാക്കോയുടെ ഒരു താരം മാഗൻസ് അക്കിലൗച്ചി എന്ന് പറഞ്ഞൊരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു താരത്തിന് വേണ്ടി ഇതുപോലെ സ്പേഴ്സും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈലർ ഡിബ്ലിംഗ്, സദാംപ്ടന്റെ യങ്ങസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ടൈലർ ഡിബ്ലിങ്ങിന് വേണ്ടി ക്രിസ്റ്റൽ പാലസും സ്പേഴ്സും അതുപോലെ തന്നെ ന്യൂകാസിൽ യുണൈറ്റഡിൽ ശ്രമിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ന്യൂകാസിൽ യുണൈറ്റഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൊട്ടതെല്ലാം പിഴച്ച ഒരു ട്രാൻസ്ഫർ വേണ്ടിയാണ് കടന്നു പോകുന്നത്. നിലവിൽ വിസയ്ക്ക് വേണ്ടി രണ്ടാമതൊരു ഓഫർ വെച്ച് 40 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ വെച്ചു. ഡാവിൻ ഓൾസ്റ്റൊക്കെ പറഞ്ഞു. അത് ബ്രെൻഡഫോർഡ് നിരസിച്ചായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതൊരു ഓഫറിന് വേണ്ടി ന്യൂകാസിനായിട്ട് പോകുന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോജേഴ്സിന് വേണ്ടി ഇതേപോലെ ന്യൂകാസിൽ യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഇന്ന് പറഞ്ഞു വെച്ചാൽ 80 മില്യൺ പൗണ്ടാണ് ആസ്റ്റൺ വില്ല ചോദിക്കുന്നത്. അതുപോലെ തന്നെ സ്പേഴ്സ് ഇതുപോലെ തന്നെ സാവിന്യക്ക് വേണ്ടി ഒരു ചർച്ച നടത്തുന്നുണ്ട്. രണ്ടാമതൊരു ഓഫറും സിറ്റി നിരസിച്ചു. മൂന്നാമതായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഓഫറിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സിറ്റിയുടെ ഒരു അണിയറയിൽ കേൾക്കുന്ന വെച്ചാൽ സാവിന്യനെ നിലനിർത്താൻ തന്നെയാണ് സിറ്റിയുടെ തീരുമാനമെന്നാണ് കേൾക്കുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്പേഴ്സിന് എന്തായാലും മറ്റ് താരങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരും. നിലവിൽ ഇതേപോലെ മാർക്കസ് ടൈലർ ഡിബ്ലിങ്ങും അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിന്റെ ടാർഗറ്റ് ആയിട്ടുള്ള മെഗാനസ് അക്കലൗച്ചിക്ക് വേണ്ടിയും സ്പേഴ്സ് ശ്രമിക്കുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്പേഴ്സിന് എന്തായാലും നല്ലൊരു സൈനിങ് ചെയ്യേണ്ടി വരും അവരുടെ സ്ക്വാഡ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി. കാരണം മാഡിസനൊക്കെ ആ ഒരു പരിക്കിന്റെ പിടിയിലാണ്. കാരണം എസയുടെ ആ ഒരു ട്രാൻസ്ഫർ നടക്കാത്ത സ്ഥിതിക്ക് മൂന്നാമതൊരു സവിന്യയുടെ ഓഫറുമായിട്ട് പോകുന്നു എന്ന വാർത്തകളാണ് ഡേവിഡ് ഓൾസിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രമാത്രം സത്യമാവുന്ന വരും ദിവസം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് വാർത്ത കേൾക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് മറ്റ് ടീമുകളൊക്കെ പ്രീമിയർ ലീഗിലെ തന്നെ ടീമുകളൊക്കെ വേറെ സൈനികളൊക്കെ നടത്തുന്നുണ്ട്. AFC ബോർമത്തൊക്കെ സൈനികളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒക്കെ സൈനികൾ നടത്തുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ നമ്മുടെ ടോപ്പ് ക്ലബ്ബുകൾ എന്തുമാത്രം സൈനിങ് നടത്തുമെന്ന് വരും ദിവസം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെയും നമസ്കാരം.